എംടി ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നേരത്തെ പ്രതിലെ മുത്തങ്ങയിൽ ആദിവാസികൾക്കെതിരെ വെടിവെപ്പുണ്ടായപ്പോൾ ആക്ടിവിസ്റ്റായിട്ട് രംഗത്ത് വന്ന ഒരാളാണ്. ഗാളിയർ റൈൻസിലെ വെള്ളം കൊണ്ട് ആളുകളൊക്കെ അത്രയും മരിച്ചുപോയൊരു കാലത്ത് അതിനെതിരെ വലിയ ജനകീയ പ്രക്ഷോഭം നയിച്ചത് എംടിയാണ്. ഒരു വലിയ ആക്ടിവിസ്റ്റ് എംടിയിലുണ്ടായിരുന്നു. എംടി വളരെ ഉദാരമായ ആളുകളെ സ്നേഹിച്ചിരുന്നു. എംടിയുടെ അമ്മ അങ്ങനെ ഒരാളായിരുന്നു. നിന്ദ അറിഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് എംടി എന്നും നിന്ദിതരുടെയും നിരാശ്രയരുടെയും അനാഥരുടെയും ദുഃഖിതരുടെയും പാവപ്പെട്ടവരുടെയും അകറ്റിമാറ്റപ്പെട്ടവരുടെയും തള്ളി മാറ്റപ്പെട്ടവരുടെയും പക്ഷത്തായിരുന്നു. എംടിയുടെ ജീവിത പുസ്തകം രേഖപ്പെടുത്തപ്പെടാത്ത വായിക്കപ്പെടാത്ത ജീവിത പുസ്തകം നിവർത്തിയാൽ ഇങ്ങനെ അനാഥരുടെ ഒരു വലിയ ഭൂപടം കാണാം. അവരെക്കുറിച്ച് എംടി എത്രയോ എഴുതിയിട്ടുണ്ട്. അമ്മയാണ് പട്ടിണിക്കാലത്തും വന്നവരെ വെറും കൈയോടെ മടക്കി അയക്കാതിരുന്ന അമ്മ. എംടി ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് മരിച്ചുപോയി. പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോഴാണ് മദ്രാസിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പോയി കാത്തു നിന്നു. അമ്മ ക്ഷീണിച്ചിരുന്നു. ഏട്ടനാണ്, ഗോവിന്ദൻ നായരാണ് കൊണ്ടുപോകുന്നത്. നീ ഇങ്ങോട്ട് കയറിയിരുന്നോ, വെയിൽ കൊള്ളണ്ടെന്ന് പറഞ്ഞു. ഉള്ളിൽ കയറിയിരുന്നില്ല. ആ വാതിൽക്കൽ നിന്നാണ് സംസാരിച്ചത്. കുറെ സംസാരിച്ചു. വണ്ടി ഇളകാറായി. വാസു പോയിക്കോ എന്ന് പറഞ്ഞു. പോവാൻ നേരത്ത് അമ്മയുടെ കോന്തലക്കെട്ട് അഴിക്കുന്നത് കണ്ടു. അന്നത്തെ സ്ത്രീകൾ കോന്തലയിലാണ് കിട്ടിയതൊക്കെ കെട്ടിവെക്കുക. അഴിച്ച് ഒരു വെള്ളി ഉറുപ്പിക വാസുവിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്തിനാ അമ്മ ഇതെന്ന് ചോദിച്ചു. കയ്യിൽ വെച്ചോ, ആവശ്യം വരും. ആ ഒരു വെള്ളി ഉറുപ്പിക സമ്പാദ്യമായി കോഴിക്കോട്ടേക്ക് വന്ന ലോകം മുഴുവൻ സഞ്ചരിച്ച ആ മനുഷ്യൻ അമ്മ കൊടുത്ത വെള്ളി ഉറുപ്പിക പെരുക്കി സഹായിച്ച കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ഒരുപക്ഷെ അവരോട് സ്വകാര്യമായി ചോദിച്ചാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാൻ പറ്റും. അങ്ങനെ ഒരു എംടി ഉണ്ട്. ആനയും കടലും ഉത്സവവും പോലെയാണ് എംടി.